പെയ്തൊഴിയാത്ത കണ്ണുനീരിനെ നിറപുഞ്ചിരിയോടെ അതിജീവിച്ച ചാരുവിന്റെ കഥ പെയ്തൊഴിയാതെ ഇന്നു മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഇപ്പഴാ ഒരു ആശ്വാസമായത്. ദരകോട്ടെ വെള്ളം പിടിക്കേ. 2 ദിവസം എന്തൊരു തലവേദനയായിരുന്നു. എല്ലാരും ഒഴിഞ്ഞു പോയപ്പോ തലേന്ന് എന്തോ ഒരു ഭാരം ഇറക്കി വെച്ച പോലെ തോന്നുക. അല്ല രഘുവേട്ടൻ അങ്ങനെ തോന്നില്ലേ? ബഹളം ഒഴിഞ്ഞോണ്ട് മാത്രം നമുക്ക് സമാധാനിക്കാൻ പറ്റും. നമ്മൾ വീണ്ടും പഴയ അവസ്ഥയിൽ തന്നെ ആയില്ലേ? അതൊക്കെ മാറും രഘുവേട്ടാ. അല്ലെങ്കിൽ പിന്നെ എനിക്കിങ്ങനെ സന്തോഷിക്കാൻ പറ്റുമോ? എങ്ങനെ മാറുന്ന നീ പറയുന്നേ? പണയം വെക്കാൻ പോലും പറ്റാത്ത 20 പവൻ സ്വർണം കയ്യിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാനാ? അത് വെച്ചൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ രഘുവേട്ടാ. അല്ല അമ്പിളി അത്രയ്ക്ക് പൊട്ടിയാണെന്നാണോ നിങ്ങളുടെ വിചാരം? തറവാട്ടിലെ സ്വർണം പണയം വെച്ച് നമ്മൾ ബിസിനസ് തുടങ്ങിയ അതിൽ രക്ഷപ്പെടുമെന്ന് ഒരു ഉറപ്പുമില്ല. അപ്പൊ പിന്നെ പാർവതി കുഞ്ഞമ്മ അത് ചെയ്യരുതെന്ന് ഉപദേശിച്ചാ നമ്മൾ അതിൽ നിന്ന് പിന്മാറണ്ടേ? നീ അതിൽ നിന്ന് പിന്മാറിയതിലും സ്വർണം എല്ലാവർക്കും വീതിച്ചു കൊടുക്കാൻ പറഞ്ഞതിലും ഒക്കെ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം നിന്റെ തീരുമാനത്തിലൂടെ അമ്മാവനെ വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. കുറച്ചു കഴിഞ്ഞ് വീണ്ടും നീ അമ്മാവനോട് നമുക്ക് വേണ്ടി അത് ചെയ്യും ഇത് ചെയ്യുമെന്ന് പറയാതിരുന്നാ മതി. പറയില്ല രഘുവേട്ടാ, പറയേണ്ട ആവശ്യം അമ്പിളിക്ക് വരില്ല. കാരണം നമ്മളെ സഹായിക്കാന്ന് ഏറ്റിരിക്കുന്നതേ സാക്ഷാൽ പാർവതി കുഞ്ഞമ്മയാ. കുഞ്ഞമ്മ പറയുന്നൊക്കെ നമുക്ക് വിശ്വസിക്കാമോ അമ്പിളി? കുഞ്ഞമ്മ എന്റെ അടുത്ത് വെറുതെ പറയൂ രഘുവേട്ടാ. അല്ല അങ്ങനെ പറഞ്ഞിട്ട് അവർക്ക് എന്താ നേട്ടം? നമുക്ക് നാളെ തന്നെ തറവാട്ടി പോയി കുഞ്ഞമ്മയെ കാണണം. അതിനു മുമ്പ് നീ ഈ കാര്യങ്ങളൊക്കെ അമ്മാവനോട് പറയണം. ഇല്ലെങ്കിൽ അദ്ദേഹം അറിയാതെ നമ്മൾ കുഞ്ഞമ്മയെ ചേർന്ന് എന്തൊക്കെ പ്ലാൻ ചെയ്താണെന്ന് തോന്നും. അതൊക്കെ ഞാൻ പറഞ്ഞോളാം. എന്റെ മനസ്സിലെ വേറെ ചില പ്ലാനുകളൊക്കെ ഉണ്ട്. രഘുവേട്ടൻ എന്റെ കൂടെ നിന്നാ മതി. ബാക്കിയൊക്കെ അച്ഛനെ കൊണ്ട് ഞാൻ ചെയ്യിച്ചോളാം. മോൾക്ക് വിശന്നിട്ടാ. അവൾക്ക് പാലെടുക്കുമ്പോ ഞാൻ രഘുവേട്ടന് നല്ലൊരു ചായ ഇട്ട് തരട്ടെ? എന്താ വേണ്ടേ? ഓ എടുത്തോ.